എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ലൂക്കോസ് 15-ന്റെ 1-2 വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരാളുടെ സ്നേഹിതരെ വെച്ച് അയാളെ അളക്കുക എന്ന ഹീനമായ കർമ്മം കാലാകാലങ്ങളായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ആരാണ് നിന്റെ സ്നേഹിതനെന്ന് പറ, എങ്കിൽ നീ ആരാണെന്ന് പറയാം എന്ന ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ക്രിസ്തുവിനെ പോലും അവനോട് കൂടെ സഹകരിച്ച ആളുകളെ അടിസ്ഥാനപ്പെടുത്തി അവൻ്റെ കാലം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നസറേയനായ യേശു എന്ന് വിളിക്കപ്പെട്ടത്. എന്നാലും യേശുക്രിസ്തുവിനോളം തെറ്റായ ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാൾ ചരിത്രത്തിൽ ഇന്നുവരെയില്ല. 4 കോടതികളിൽ മാറി മാറി വിചാരണ ചെയ്യപ്പെട്ടിട്ടും ഒരു കുറ്റവും തെളിയിക്കാൻ കഴിയാതെ കോടതി വിസ്മയിച്ച് നിന്നതും കർത്താവിൻ്റെ മുൻപിൽ മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും തെറ്റിലേക്ക് വഴുതി പോകാൻ സാധ്യതയുള്ള ഒരു പരിസരത്തിലാണ് കർത്താവ് ജീവിച്ചത്. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവനെ നോക്കി അവർ പരിഹസിക്കുന്നത് പോലും അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. ചുങ്കക്കാരിൽ ഒരാളെ തൻ്റെ ഏറ്റവും അടുത്ത ആ 12 പേരടങ്ങിയ സ്നേഹഗണത്തിൽ ചേർക്കാനുള്ള ആർജവവും കർത്താവ് കാണിക്കുന്നു. അവർ മാത്രമല്ല, മോശപ്പെട്ടവരെന്ന് സമൂഹം കരുതിയിരുന്ന സ്ത്രീകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ധനവും സ്ത്രീയുമൊക്കെ എല്ലാ കാലത്തിലും മനുഷ്യനെ തെറ്റിലേക്ക് പാളിക്കുന്ന ഘടകങ്ങളാണ്. എന്നിട്ടും ആ 2 വിഷയങ്ങളിലും കർത്താവിനെതിരെ ഒരാരോപണവും ഉയർന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരു ചുവട് വയ്ക്കുന്നതിന് പിന്നിൽ പോലും മുൻകൂട്ടിയുള്ള ചില നിശ്ചയങ്ങളുള്ള അവിടുന്ന് എന്തിനായിരിക്കും ഇങ്ങനെയുള്ളവരോട് ചേർന്ന് നിന്നത്? ഏത് സ്ഥലത്തും ആരോടൊപ്പവും പ്രകാശപൂർണരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് കർത്താവ് ലോകത്തെ പഠിപ്പിക്കാനായിരിക്കും ഇങ്ങനെയുള്ളവരോട് ചേർന്ന് നിന്നത്. നമ്മുടെ ജീവിതത്തെ ഒന്ന് അപഗ്രഥിക്കാൻ കൂടി അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, പ്രകാശം തനിക്ക് ചുറ്റും ഉള്ളവരെ പ്രകാശിപ്പിക്കുന്നു എന്ന ആ പ്രകൃതി നിയമം തന്നെയാണ്. യേശുക്രിസ്തു ആരോട് ചേർന്ന് നിന്നു എന്നതല്ല, അവനോട് ചേർന്ന് നിന്നവർക്ക് എന്ത് ലഭിച്ചു എന്നതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് കർത്താവിനെ കുറിച്ചായിരിക്കാം. കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പിന്നീട് സംഭവിച്ചതും. ആര് ചേർന്ന് നിൽക്കുന്നു എന്നതല്ല, ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തെ എന്തുമാത്രം സ്വാധീനിപ്പിക്കാനും പ്രകാശിപ്പിക്കാനും കഴിയുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ഗുണമേന്മ നിർണയിക്കുന്ന ഒരു ഉപാധി. അങ്ങനെയാണ് നമുക്ക് ഗുരുക്കന്മാരുണ്ടാകുന്നത്. നിങ്ങൾ ആരായിരുന്നാലും പ്രശ്നമില്ല, ഉള്ളു നിറയെ നന്മയുടെ നിലാവെളിച്ചമുണ്ടെങ്കിൽ എത്തിച്ചേരാവുന്ന സാധ്യതയുടെ പേരാണ് ഗുരു എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു കുഞ്ഞിന് പോലും അതിന് സാധിക്കും. വേദപുസ്തകത്തിലെ സാമുവേലിനെ നമ്മൾ വായിക്കുമ്പോൾ, അതുപോലെ ദാനിയേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഇത് അവരുടെ ജീവിതത്തിൽ വളരെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ അടുക്കളയിലും പറമ്പിലുമൊക്കെ അധ്വാനിക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഗുരുക്കന്മാരാകും. ഇസ്ലാം മിസ്റ്റിക് ആയിരുന്ന റാബിയയെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെയാണ്. റാബിയയ്ക്ക് അസാധാരണമായ സൗന്ദര്യമുണ്ടായിരുന്നു. അത് അവൾക്കൊരു കെണിയായി. ഒരിക്കലൊരു കൊള്ളസംഘം അവളെ തട്ടിക്കൊണ്ടുപോയി. അവളെ ഒരു വേശ്യാലയത്തിൻ്റെ ഉടമയ്ക്ക് വിറ്റു. രാത്രിയിൽ അവളുടെ മുറിയിലേക്ക് കയറി വന്ന പുരുഷന്റെ മുൻപിൽ അവൾ വളരെ വിനയത്തോടെ നിന്നു. എന്നിട്ട് കരുണയോടെ അയാളുടെ മിഴികളിലേക്ക് നോക്കി സ്വാഗതം ചെയ്തു.
അവൾ പറഞ്ഞു, ഇത്ര നല്ലൊരു യുവാവിനെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണ്. അങ്ങ് ആ കസേരയിലേക്ക് ഇരുന്നാലും. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്കിരുവർക്കും ചേർന്ന് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ യുവാവിൻ്റെ മുഖം വിസ്മയം കൊണ്ട് വിടർന്നു. അയാളുടെ മനസ്സ് നിർമ്മലമായി. അയാൾ റാബിയായുടെ അരികെ നിലത്ത് മുട്ടുകുത്തി ഇരുന്നു. ഇരുവരും ചേർന്ന് കുറച്ചുനേരം പ്രാർത്ഥിച്ചു. പിന്നെ റാബിയ പതുക്കെ എഴുന്നേറ്റ് അയാളുടെ കാതിൽ ഇങ്ങനെ മന്ത്രിച്ചു, അങ്ങ് ഒരിക്കൽ മരിക്കും എന്ന് പറഞ്ഞാൽ അത് വകവയ്ക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. എങ്കിലും താങ്കളുടെ നന്മയ്ക്കായി മാത്രം ഞാൻ പറയുന്നു. അങ്ങയുടെ ഉള്ളിലെ പാപം അങ്ങയെ നരകത്തിലെത്തിക്കും. ദയവായി സ്വന്തം രക്ഷയെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുക. അയാൾ ആശ്ചര്യത്തോടെ എഴുന്നേറ്റ് റാബിയയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, നന്മ നിറഞ്ഞ സ്ത്രീയെ, നീ എൻ്റെ കണ്ണു തുറന്നു. നിന്നെ ഞാൻ എൻ്റെ ഗുരുവായി ഈ നിമിഷം സ്വീകരിക്കുന്നു. മേലിൽ ഞാൻ പാപം ചെയ്യുകയില്ല. ഇങ്ങനെ റാബിയായുടെ അടുക്കൽ ഓരോ രാത്രിയിലും കടന്നു വന്ന പുരുഷന്മാരെല്ലാം നിർമ്മലരായി മാറി. ഒടുവിൽ ആ വീട്ടുടമയും. പിശാചിനെ വെറുക്കുക എന്ന ഖുറാനിലെ പ്രസ്താവന വെട്ടിക്കളയാൻ മാത്രം ധൈര്യം കാണിച്ചവളാണ് റാബിയ. അതിന് റാബിയ നൽകിയ വിശദീകരണം ഇതാണ്: പിശാചിന് നേരെ ഇരുട്ട് എവിടുന്നാണ് ഞാൻ എടുത്തുപയോഗിക്കുക? എന്നിൽ മുഴുവനും വെളിച്ചമാണ്. ഒരാളിൽ മുഴുവനും വെളിച്ചമാണെങ്കിൽ അയാൾക്ക് വെളിച്ചം മാത്രമേ പകരാൻ സാധിക്കുകയുള്ളൂ. കർത്താവിനെ ഇത്രമാത്രം നിശിതമായി വിമർശിക്കുന്ന പരീശന്മാരുടെയും സദൂക്യരുടെയും ഒക്കെ മുൻപിൽ ആ ഉള്ളിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കാൻ കർത്താവിന് സാധിച്ചു എന്നത് നമുക്കൊരു വലിയ മാതൃകയും പാഠവുമാണ്. ലോകം തള്ളിക്കളയുന്ന ആളുകൾ, സമൂഹം മോശമെന്ന് വിളിക്കുന്ന ആളുകളെ ഒരു പക്ഷെങ്കിൽ ചേർത്ത് നിർത്തേണ്ടി വരാം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കേണ്ടി വരും. അവരുടെ തിന്മകളും അവരുടെ ഉള്ളിലെ മറ്റ് അറക്കത്തക്ക പ്രവർത്തികളുടെ സ്വാധീനത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴാനല്ല, നമ്മുടെ പ്രകാശത്തിലേക്ക് അവരെ സ്വാധീനിക്കാനാണ്. അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ പ്രകാശം പ്രസരിപ്പിക്കുന്നവരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ലഭിച്ച നന്മകൾക്കായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് ചേർന്ന് നിൽപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രകാശം പരത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കൃപ കൂടെ ഇരിക്കണമേ. ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവത്തിലൂടെ അവിടുന്ന് കടത്തിവിടണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.